ഇന്ന് ജാൻകുട്ടൻ്റെ സെക്കൻഡ് മന്തിൻ്റെ വാക്സിനേഷനാണ്. സോ ഞങ്ങൾ നമ്മുടെ ഇവിടെ പബ്ലിക് ഹെൽത്ത് കെയർ സെൻറ്ററിൽ PHCയിൽ ആണ് അപ്പോയിൻമെൻറ്റ്. ഇവിടെ ഷിമൈസിയിൽ തന്നെ നിയറസ്റ്റ് ബദിയ. സോ അങ്ങോട്ട് പോവാം. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസും എങ്ങനെയാണ് അപ്പോയിൻമെൻറ്റ്സ്, എങ്ങനെയാണ് റെസിഡൻസിലുള്ളവർക്ക് അല്ലെങ്കിൽ വിസിറ്റിൽ നിൽക്കുന്നവർക്ക് എങ്ങനെയാണ് അതിൻ്റെ അപ്പോയിൻമെൻറ്റ്സ്, ഡീറ്റെയിൽസ്, വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ. PHCയിൽ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പോകുന്ന പേരൻസിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടി എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഷഹാദി ആപ്പ് ഈസ് ബെസ്റ്റ്. ഷഹാദിൽ നമ്മുടെ ഇക്കാമ കാര്യങ്ങൾ വെച്ചിട്ട് ഡീറ്റെയിൽ വെച്ചിട്ട് എൻ്റർ ചെയ്യുക, നമ്പർ ഓഫ് ഡിപ്പെൻഡൻസ് എൻ്റർ ചെയ്ത് കൊടുക്കുക, കുട്ടിയുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുക്കുക. ഇനി നമ്മളുടെ നിയർ ബൈ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സെൻറ്റർ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓൾസോ ചൂസ് ചെയ്ത സ്റ്റേഷൻ അല്ലെങ്കിൽ ചൂസ് ചെയ്ത ആ ഒരു സെൻറ്റർ ചേഞ്ച് ചെയ്യാനോ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് റീസ്കെഡ്യൂൾ ചെയ്യാനോ ഈവൻ ക്യാൻസലേഷൻ പോലും നമുക്ക് ഷഹാദി ആപ്പ് ത്രൂ നടക്കും. പക്ഷേ ഈ ഷഹാദി ആപ്പിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സംടൈംസ് ഈവൻ ഇഫ് ദ സ്ലോട്ട് ഈസ് അവൈലബിൾ അതിൽ കാണിക്കും അപ്പോയിൻമെൻറ്റ് ഇല്ല എന്ന് പറയും. സോ അതിനുള്ള ഒരു സെക്കൻഡറി ഓപ്ഷനാണ് ടോൾ ഫ്രീ നമ്പർ 937. 937 വിളിക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് പക്ക അവരുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ലാംഗ്വേജസ് അവൈലബിൾ ആണ്, കറക്റ്റ് ഡീറ്റെയിൽ കിട്ടും. MOHൻ്റെ രജിസ്റ്റേർഡ് മെയിൽ ID ആയിട്ടുള്ള 937@moh.government.sa എന്ന് പറയുന്ന ഈ മെയിൽ ID ത്രൂ നമുക്ക് അപ്പോയിൻമെൻറ്റ്സ് ഇവർക്ക് ഇൻ്റർനാഷണൽ ഈ നമ്പറിലേക്ക് നമ്മൾ കോൾ ചെയ്താലും അപ്പോയിൻമെൻറ്റ്സ്. ദെൻ അറിയാവുന്നവർ ഇഗ്നോർ ചെയ്തേക്കുക, അറിയാത്തവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷനാണ്. ഓക്കെ. ദെൻ നമ്മളുടെ ഈ വാക്സിനേഷൻ കാർഡ് മസ്റ്റായിട്ട് വെച്ചേക്കുക. നാട്ടിൽ നിന്ന് വരുന്നവർക്ക്, നാട്ടിലെ കുട്ടികൾക്ക് നാട്ടിൽ നിന്ന് ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് കൊടുക്കുന്ന കാർഡാണെങ്കിൽ മാൻഡേറ്ററി ആ കാർഡുമായിട്ട് തന്നെ വരിക. ഓക്കെ. അവരത് ചോദിക്കും. ബിക്കോസ് ദേ നീഡ് ടു സീ ഏതാണ് നമ്മളെടുത്ത് എത്രാമത്തെ വാക്സിനാണ് എന്ന് നമ്മൾ വേർബലി പറഞ്ഞാൽ പോലും അവർക്ക് നമ്മളുടെ ബർത്ത് സർട്ടിഫിക്കറ്റും കൊച്ചിൻ്റെ ഈ വാക്സിനേഷൻ കാർഡും രണ്ടും കൂടെ വെച്ച് കമ്പയർ ചെയ്തിട്ടേ അവർ എടുക്കത്തുള്ളൂ. ഓക്കെ. ഇവിടെ ജനിക്കുന്ന പിള്ളേർക്ക് ഇവിടുത്തെ ബർത്ത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കാണിച്ചു കൊടുക്കുക. ആൻഡ് എൻ്റെ മോന് ഇപ്പം സെക്കൻഡ് മന്തിൽ ഞാൻ എടുത്തത്, അവൻ ഇവിടെയായിരുന്നു. സോ ഫസ്റ്റ് വാക്സിനേഷൻ ഇവിടെ അറ്റ് ബർത്ത് ഇവിടെ ഷിമൈസി ഹോസ്പിറ്റലിലായിരുന്നു. അത് ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്തു. നാട്ടിൽ നിന്ന് 2 മാസത്തെയൊക്കെ ഈ വാക്സിനേഷൻ എടുത്തിട്ട് ഇവിടെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവർ തൊട്ടടുത്ത് തന്നെ ആസ് പെർ ദിസ് കാർഡ് ഇവിടുത്തെ PHC പ്രകാരം അവരെടുക്കത്തില്ല. അവർ പറയുന്നത് അവരുടേതായ ഒരു ടൈം കൊടുക്കും. ഇപ്പോൾ ഇന്ന് ഞാൻ മീറ്റ് ചെയ്ത ഒരു ഫാമിലി സെക്കൻഡ് മന്തിൻ്റെ വാക്സിനേഷൻ എടുത്തിട്ടാണ് വന്നത്. ബട്ട് ഇവിടെ വന്ന ശേഷം അവർ പറഞ്ഞു 4th മന്തിൻ്റെ അല്ല, ഇനി 6th മന്തിൻ്റെ എടുത്താൽ മതി. സോ നാട്ടിൽ നിന്ന് വാക്സിനേഷൻ എടുത്തിട്ട് വരുന്നവർ മസ്റ്റായിട്ടും 937 വിളിച്ച് കൺഫേം ചെയ്തിട്ട് മാത്രം പോയാൽ മതി. ബിക്കോസ് നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴായിരിക്കും ഇറ്റ് വിൽ ബി എ സർപ്രൈസ്. ആദ്യം ഇവനെ ഒന്ന് റെഡിയാക്കി സുന്ദര കുട്ടപ്പനാക്കിയിട്ട് വേണം ഇറങ്ങാൻ. കുറേ നാളുകൾക്ക് ശേഷം ഇന്നാണ് ജാൻകുട്ടൻ ഒന്ന് പുറത്തേക്ക് പോകുന്നത്. എനിക്ക് ഡ്യൂട്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇപ്പം ഇവനെയും കൊണ്ട് അങ്ങനെ പുറത്തു പോക്കില്ല. എനിക്ക് തോന്നുന്നു ഒരു 56th ഡേയിൽ എന്തോ ആണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ കുഞ്ഞങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഞങ്ങളൊരു ടൈഗർ കോംബോയാണ്. ടൈഗർ ഒരു ഷോർട്ട്സും ഒരു കുഞ്ഞ് ടൈഗറിന്റെ ടീഷർട്ടും. ഞങ്ങൾ ടൈഗർ കോംബോയിലാണ് ഇന്ന് പോന്നിട്ട് വരുന്നത്. ഇപ്പൊ നല്ല ഹാപ്പിയാ. ഇനി കുത്തൊക്കെ കിട്ടിയിട്ട് വരുമ്പോ കരയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. സോക്സ് ഒക്കെ ഇട്ടങ്ങ് പ്രൊട്ടക്ട് ചെയ്തേക്കാം. പുറത്ത് വലിയ തണുപ്പില്ല, നമുക്ക് ചെറുതായിട്ട് ക്ലൈമറ്റ് ചേഞ്ച് ആയി വരുന്നുണ്ട്. ബട്ട് ഈവൻ ദോ സോക്സ് ഒക്കെ കിടന്നോട്ടെ, അവനൊന്ന് ചൂടായിട്ടിരിക്കട്ടെ. ഇത്രയും ഐറ്റംസ് മാത്രം മതി നമുക്ക്. ജസ്റ്റ് ഒരു 10-20 മിനിറ്റിന്റെ ഔട്ടിങ്ങിന് പോകാനായിട്ടാണെങ്കിൽ ഇതാ ഈ വക ഐറ്റംസ് മാത്രം മതി. ആ സോക്സിനെ കംപ്ലീറ്റ്ലി സോക്സ് കംപ്ലീറ്റ് ഓക്കെ. ചേച്ചിയുടെ ആഗ്രഹപ്രകാരം പഴയ സോക്സ് മാറ്റി നോക്കി പുതിയ സോക്സ് എടുത്തിടാം. ചേച്ചി പറഞ്ഞു പഴയ സോക്സ് വേണ്ടാണ്. സോ വി ആർ ഗോയിങ് വിത്ത് ദ സ്റ്റാർ വൺ. ഓക്കെ.
ഇനി അവനെ നല്ല പ്രൊട്ടക്റ്റ് ആയിട്ട് നമുക്ക് റാപ്പ് ചെയ്യാം. ചേച്ചി ഇന്നത് അതിനകത്ത് വെച്ചോ. ഞങ്ങൾ അപ്പൊ ഇനി പോയി കുത്തി കൊണ്ടിട്ട് വരാവേ. ഇപ്പൊ ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടാ പോകുന്നത്. ഇനി വാക്സിനേഷൻ കഴിഞ്ഞ് വരുമ്പോ എങ്ങനെയാണെന്നുള്ളത് അപ്പൊ കാണാം. ഇവിടെ ചേച്ചി ആകെ ടെൻഷനാ, വയ്യാത്ത കുഞ്ഞിനെ കൊണ്ട് എന്ത് ചെയ്യുമെന്ന്. മറ്റേണിറ്റി കഴിഞ്ഞോണ്ട് ഇനി എനിക്ക് ലീവ് ചോദിക്കാൻ പറ്റത്തില്ല സൗദിയോട്. നമുക്ക് സൗദി ടൈം 10 AM അപ്പോയിന്റ്മെന്റ് കിട്ടിയേക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ അടുത്ത് തന്നെ പാർക്കിംഗ് കിട്ടി. ചേച്ചി വണ്ടി ഇതോ അവിടെയാണേ, ഇതോ അവിടെ. ചേച്ചി ഇപ്പൊ വേറെ ഏതോ വണ്ടിയിൽ പോയിട്ട് ഇതേ പോയി കയറിയേനെ. നോക്കണേ, നമ്മുടെ വണ്ടിക്ക് കഴിഞ്ഞ ദിവസം എന്തായാലും വീടിന്റെ ഫ്രണ്ടിൽ തന്നെ പാർക്കിംഗ് കിട്ടി. ഇവിടുത്തെ വലിയൊരു പ്രശ്നം, എസ്പെഷ്യലി വാ ചേച്ചി, കുഴപ്പമില്ല, ഷുമൈസിലെ വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടുത്തെ പാർക്കിങ്ങാ. ദേ രണ്ടുപേരും വരുന്നുണ്ട്. ഞങ്ങളപ്പോ വണ്ടി കയറട്ടെ. ചേച്ചി നാട്ടിലെ ഓർമ്മയ്ക്ക് കയറി. ചേച്ചി ഓടിച്ച് അവനെ പിടിച്ചോണ്ട് ചേച്ചി നേരെ ഡ്രൈവിംഗ് സീറ്റ് കയറിയിരുന്നു. ഞാൻ വീട്ടിൽ ഇറങ്ങാൻ നേരം ചേച്ചി എന്നോട് പറഞ്ഞു എനിക്ക് ഫുൾ കിളി പോയെന്ന്. എന്തായാലും ചേച്ചി നേരെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും പോയിട്ട് വരാം. നിന്ന് സമയം കളയണ്ട. എന്റെ കൂടെ ചേർന്ന് ചേച്ചിക്ക് വെളിവില്ലാതായി എന്നാ പറയുന്നത്. നമുക്ക് എന്തായാലും പോയിട്ട് വരാം. ഇവിടെ ഇന്ന് പതിവിന്റെ അത്രയും തണുപ്പില്ല. റിയാദിലെ ക്ലൈമറ്റ് ചേഞ്ച് ആയതുപോലെ ഉണ്ട്. അവനാകെ ഡിസ്റ്റർബ്ഡാ. ഓക്കെ, എന്തായാലും നമുക്ക് അവിടെ ബാക്കി PHC ചെന്നിട്ട് കാണാം. ആയിട്ടുണ്ട്. ഇനി അകത്ത് കയറി. ഈ കാണുന്നതാണ് ബദിയയിലെ ഹെൽത്ത് സെന്റർ. ഇതിനകത്തിൽ നമുക്ക് സൗദിയുടെ റൂൾസ് അറിയാലോ. നമുക്ക് ഇതിനകത്ത് വീഡിയോ ഷൂട്ടിംഗ് ഒന്നും നടക്കത്തില്ല. ഇപ്പം ഈ കാണുന്നത് നമ്മൾ ജാൻകുട്ടന് വാക്സിനേഷൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ, താങ്ക് ഗോഡ്. ഇപ്പം ഇതുവരെ പനിച്ചിട്ടില്ല. ഓക്കെ, ഇതുവരെ ഓക്കെയാണ്. 6 hourly കൊടുക്കാനുള്ള എഡോള് നമ്മൾ പുറത്തുനിന്ന് വാങ്ങാൻ പറഞ്ഞു. ബിക്കോസ് ഇവൻ്റെ ഇക്കാമ സ്റ്റിൽ കിട്ടിയിട്ടില്ല. സോ ഇക്കാമ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇൻഷുറൻസ് ആഡ് ആവുള്ളൂ. ഇവിടെ ജനിച്ച കുട്ടിയാണെങ്കിൽ രജിസ്റ്റേർഡ് ആണ് എന്നുണ്ടെങ്കിൽ, ഇക്കാമ രജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ PHCയിൽ നിന്ന് തരും എന്ന് ആ ഡോക്ടർ എന്നോട് പറഞ്ഞു. ബട്ട് ഐ എം നോട്ട് ഷുവർ. നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്നെ അറിയിക്കുക. സോ എനിക്ക് 100 mg എഡോള് പ്രിസ്ക്രൈബ് ചെയ്തു. ഞാൻ പുറത്തുള്ള ഫാർമസിയിൽ നിന്നാണ് മേടിച്ചത്. ആഫ്റ്റർ ഇവരുടെ വാക്സിനേഷൻ 30 minutes മസ്റ്റായിട്ടും ഫീഡ് ചെയ്യാനോ ഇവർക്ക് യാതൊരു മെഡിസിൻസ് കൊടുക്കാനോ പാടില്ല. ഇവർ പറയുന്നത് കോൾഡ് വാട്ടർ വെച്ചിട്ട് ആ ഇഞ്ചക്ഷൻ എടുത്ത 2 കാലിലും, വാക്സിൻ കൊടുത്ത 2 കാലിലും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തപ്പി ഒപ്പി പിടിക്കാനാണ് പറഞ്ഞത്. ബട്ട് ഞാൻ ചെയ്തില്ല. ഞാൻ തൊടാൻ ചെന്നപ്പോഴത്തേക്ക് ഇവൻ ഭയങ്കരമായിട്ട് കരയുമായിരുന്നു. സോ മെഡിസിൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു എലിജിബിലിറ്റി പറയുന്നത്. ഹായ് പറഞ്ഞേട്ടെ. ഞാൻ ഇറങ്ങുന്ന കറക്റ്റ് സമയത്ത് തന്നെ കിട്ടു വന്നു. അപ്പം ഇനി കിട്ടൂസിനെ കയറ്റി വിടട്ടെ കേട്ടോ. ഇവർക്ക് 11:30-11:45 വരെ ഉള്ളൂ ക്ലാസ്. സോ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് എവിടെ എൻ്റെ കൂടെ ഓഫീസിൽ കൊണ്ടുപോകാമോ എന്ന് ചോദിക്കും. നമുക്ക് ചേച്ചിയെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറയാം. മോൻ വിളിച്ചാട്ടാ ആൻറ്റിയെ. ആ വിളിച്ചു ആൻറ്റി വരുന്നുണ്ട്. മമ്മിക്ക് ഇതേ ഇപ്പൊ പോണ്ടേ. ഇതേ ആൻറ്റി വന്നു. എൻ്റെ മോൻ ചെന്നാട്ടെ. പറഞ്ഞാട്ടോ. അമ്മ എനിക്കുണ്ടല്ലോ ഒരു സ്ട്രോബെറി ജ്യൂസും പിന്നെ മറ്റേ സർക്കിൾ ആയിട്ടിരിക്കുന്ന ചിപ്സ് ഇല്ലേ, അതും കൊണ്ടുവരാം കേട്ടോ. ശരി. പിങ്കി പ്രോമിസ്. എന്നാ ശരി. എൻ്റെ മോൻ വിട്ടാട്ടെ. ശരി. ആയിക്കോട്ടെ. ബൈ. അടച്ചോ. ബൈ. പിന്നെ കാര്യമില്ല. 7-8 റിയാലിൻ്റെ ഒരു മെഡിസിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. പോട്ടെ. ആൻഡ് ഇപ്പോൾ ഞാൻ 6 hourly ഗ്യാപ്പിൽ 3 times എഡോൾ കൊടുത്തു. ഇപ്പോൾ എഡോളൊക്കെ കുടിച്ചിട്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. ഷോ യു. കണ്ടില്ലേ, അതെ എൻ്റെ സൈഡിൽ കിടപ്പുണ്ട്.
ഇടവളൊക്കെ കുടിയൊക്കെ കഴിഞ്ഞു. കാലിലാണ് കുഞ്ഞിനെ, കാലിൻ്റെ ഈ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വെയിറ്റ്, ഐ വിൽ ഷോ യു. യെസ്, കാലിൻ്റെ ഈ രണ്ട് ഞാൻ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഈ രണ്ട് ഭാഗത്തായിട്ടാണ് വാക്സിൻ എടുത്തത്. പക്ഷേ ഇപ്പം പുള്ളിക്കാരൻ ഓക്കെയാണ്. ടച്ച് ചെയ്യുമ്പോഴൊന്നും പെയിനൊന്നും കാണിക്കുന്നില്ല. ഞാൻ നല്ല പേടിച്ചിരിക്കുമായിരുന്നു ഓഫീസിൽ, പനിക്കുമോ. എല്ലാവരും പറഞ്ഞു പനിക്കും. പക്ഷെ പനിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. അവൻ ഈ പറയുന്ന പോലെ ആ കുത്തിയപ്പോഴത്തെ ഒരു വിളിച്ചു പോലെ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹീസ് ഓക്കെ ഉണ്ടാവും. താങ്ക് ഗോഡ്, വൺസ് അഗെയിൻ താങ്ക് ഗോഡ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് എൻ്റെ വിശേഷം. ഇനി ഇതിനകത്ത് ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ ഓർക്കുമ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, സോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും പിള്ളേരുടെ ഈ വക കാര്യങ്ങൾ അറിയാമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയും. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ പനിയൊന്നും വരാതിരിക്കണേ എന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും